ജനുവരി 22-ന് സംസ്ഥാന ജീവനക്കാരും അധ്യാപകരും സൂചനാ പണിമുടക്ക് നടക്കും. പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കാനുള്ള സർക്കാർ തീരുമാനം നടപ്പാക്കി പഴയ പെൻഷൻ പുനഃസ്ഥാപിക്കുക എന്നിവ അടക്കമുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക്. പണിമുടക്കിന് മുന്നോടിയായി കുമളിയിൽ മേഖലാ സമരപ്രഖ്യാപന കൺവെൻഷൻ നടന്നു. എത്ര ലക്ഷം രൂപയോളം ഒരേ വർഷം നമുക്ക് നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് നമുക്ക് സമരമല്ലാതെ മുന്നിൽ വേറൊരു മാർഗമില്ല. കണ്ണീരോടെയാണ് നമ്മൾ ഈ സമരത്തെ കാണുന്നത്. നമ്മുടെ ജീവിത സമരമായി നമ്മൾ കാണുകയാണ്. 22-ാം തീയതി എല്ലാ ഓഫീസിലും അടഞ്ഞു കിടക്കണം. ഈ സമരം നമ്മൾ മുഴുവൻ ഏറ്റെടുക്കണം. അതിനാണ് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് നമ്മളെല്ലാവരും കാണുന്നത്. ഒരേ ദിവസം ഒരേ പരിപാടികൾ നമ്മുടെ മുന്നിലുണ്ട്. 3-ാം തീയതി ഇടുക്കി ജില്ലാ കളക്ടർക്ക് നമ്മൾ നോട്ടീസ് കൊടുക്കും. ജില്ലയിൽ 1000-കണക്കിന് ജീവനക്കാർ ഒന്നിച്ച് മുദ്രാവാക്യം വിളിച്ച് ആ കളക്ടറേറ്റ് മുഴുവൻ ആ വച്ചിട്ടുള്ള മുദ്രാവാക്യം വിളി കേട്ട് നമ്മൾ കളക്ടറെ കാണാൻ പോകും. ആ പണിമുടക്ക് നോട്ടീസ് നമ്മൾ കൊടുക്കും. കളക്ടറെ ഈ ജില്ലയിലെ മുഴുവൻ ജീവനക്കാരെ മുൻനിർത്തുക. 12-ാം ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക, ക്ഷാമബത്ത ശമ്പള കുടിശ്ശികകൾ പൂർണ്ണമായി അനുവദിക്കുക, ലീവ് സറണ്ടർ മരവിച്ച നടപടി പിൻവലിക്കുക, മെഡിസബ് സർക്കാർ ഏറ്റെടുക്കുക, കേന്ദ്ര സർക്കാരിന്റെ കേരളത്തിലുള്ള സാമ്പത്തിക യോജന അവസാനിപ്പിക്കുക എന്നീ മുദ്രാവാക്യം ഉയർത്തിയാണ് അധ്യാപക സർവീസ് സംഘടനാ സമരസമിതി പണിമുടക്ക് നടത്തുന്നത്. ജീവനക്കാരുടെയും അധ്യാപകരുടെയും ജീവിതത്യാഗം പ്രതിസന്ധിയിലാക്കിയിരിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് ഇവർ കുറ്റപ്പെടുത്തി. പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുമെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് പ്രഖ്യാപനം നടത്തിയെങ്കിലും തുടർ നടപടികളില്ല. കുമളി മേഖല അധ്യാപക സർവീസ് സംഘടനാ സമരസമിതി കൺവെൻഷൻ ജില്ലാ ചെയർമാൻ ഡോക്ടർ ജെയ്സൺ ജോർജ് ഉദ്ഘാടനം ചെയ്തു. കുമളി മേഖലാ പ്രസിഡന്റ് എം മുരുകൻ അധ്യക്ഷ വെച്ച യോഗത്തിൽ ജോയിന്റ് കൌൺസിൽ ഇടുക്കി ജില്ലാ സെക്രട്ടറി ആർ വിജുമോൻ, സംസ്ഥാന കൌൺസിൽ അംഗം പി ടി ഉണ്ണി, ജോയിന്റ് കൌൺസിൽ ജില്ലാ ജോയിന്റ് സെക്രട്ടറി എ കെ സുഭാഷ്, ജോയിന്റ് കൌൺസിൽ ഇടുക്കി ജില്ലാ കമ്മിറ്റി വനിതാ സെക്രട്ടറി സി ജി അജീഷ, കുമളി മേഖലാ സെക്രട്ടറി പ്രീത ഗോപാൽ, ഖജാൻജി ബെന്നി വർഗീസ് എന്നിവർ സംസാരിച്ചു. ഇടുക്കി വിഷൻ, കുമളി.